മുനമ്പത്തേത് വഖഫ് ഭൂമി എന്ന് ആവർത്തിച്ച് വഖഫ് സംരക്ഷണ സമിതി. വഖഫ് അധിനിവേശ വിഷയത്തിൽ ജനം TV മുനമ്പത്ത് സംഘടിപ്പിച്ച ജനസഭയിലാണ് കേരള വഖഫ് സംരക്ഷണ സമിതി ഭാരവാഹിയും കേരള മഹല്ല് കോൺഫെഡറേഷൻ സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ TA മുജീബ് റഹ്മാന്റെ അവകാശവാദം. മുനമ്പത്ത് ജനതയോട് ഒരു അനുഭാവവും സർക്കാരിനില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്ത BJP ഇന്റലക്ച്വൽ സെൽ സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് കുറ്റപ്പെടുത്തി. വഖഫ് അവകാശമുന്നയിച്ച ഭൂമിയിൽ നിന്ന് മുനമ്പത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കണമെന്ന് കേരള വഖഫ് സംരക്ഷണ സമിതി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടതിന്റെ തുടർച്ചയായാണ് TA മുജീബ് റഹ്മാന്റെ അവകാശവാദം. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നും തിരിച്ചുപിടിക്കണമെന്നും ആവശ്യപ്പെട്ട മുജീബ് റഹ്മാൻ പലയിടത്തെയും കയ്യേറ്റക്കാരിൽ മുസ്ലിം സമുദായത്തിലെ സമ്പന്നരുമുണ്ടെന്നും കൂട്ടിച്ചേർത്തു. അത് വഖഫാണോ അത് വഖഫ് അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഇത്തരത്തിലുള്ളൊരു ചർച്ചയിലൂടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവാദങ്ങളിലൂടെയോ അല്ല. ഈ 3/4 നൂറ്റാണ്ട് കാലത്തിനിടക്ക് നിങ്ങൾ ഈ പ്രദേശത്തൊക്കെ മുസ്ലിങ്ങളുണ്ടല്ലോ. ഇവിടെ മുസ്ലിം മഹല്ലുണ്ട്, മുനമ്പം പള്ളിയുണ്ട്, ചെറായി മഹല്ലുണ്ട്. അതല്ലെങ്കിൽ എറണാകുളത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്തെ മുസ്ലിമീങ്ങളോ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോ ഇവിടെ എത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സഹോദരൻ്റെയോ സഹോദരിയുടെയോ വീട്ടിൽ വന്നോ അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് കുടിയിറങ്ങരുത് ഞങ്ങളുടെ സ്വത്താണ് എന്ന് അവകാശപ്പെട്ടിട്ടില്ല. അന്യായമായി രാജ്യത്ത് ഏത് ഭൂമിയും വഖഫ് ഭൂമിയാണെന്ന് അവകാശമുന്നയിക്കാനുള്ള വഖഫ് ബോർഡിന്റെ അമിതാധികാരമാണ് ആദ്യം എടുത്തുമാറ്റേണ്ടതെന്നും പാർലമെന്റിൽ ഈ സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കുന്ന വഖഫ് ഭേദഗതി നിയമമാണ് അധിനിവേശത്തിന് പരിഹാരമെന്നും BJP ഇന്റലക്ച്വൽ സെൽ കൺവീനർ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് പറഞ്ഞു. ഇവിടുത്തെ പ്രശ്നത്തിനുള്ള ഏറ്റവും ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് നിലവിലിരിക്കുന്ന വഖഫ് നിയമത്തെ തന്നെ ഭേദഗതി ചെയ്യുന്ന കേന്ദ്ര പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വഖഫ് ഭേദഗതി നിയമങ്ങൾ പാസ്സാക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ പ്രശ്നം ഇരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമത്തിൽ തന്നെയാണ്. ഈ രാജ്യത്തെ ഏത് ഭൂമിയെയും വഖഫ് ഭൂമിയായി പരിവർത്തനം ചെയ്യാൻ വഖഫ് ബോർഡുകൾക്ക് അധികാരം കൊടുത്തുകൊണ്ടാണ് നമ്മളൊരു നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അന്യായമായി രാജ്യത്തെ ഏത് ഭൂമിയും ഈ വഖഫ് നിയമത്തിലെ സെക്ഷൻ 40 എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ എന്നൊരു ചോദ്യം ഉണ്ടായാൽ അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നതിനുള്ള അധികാരം വഖഫ് ബോർഡ് തന്നെയാണ്. സാമാന്യ നീതിയുടെ പോലും ലംഘനമാണ്. നോബഡി ഷാൽ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ് എന്ന് പറയും. നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു തർക്കത്തിൽ നമ്മൾ തന്നെ ന്യായാധിപനാവാൻ പാടില്ല. 2 തലമുറകളായി തങ്ങളെ നിയമക്കുരുക്കിലാക്കിയിരിക്കുകയാണെന്നും കുട്ടികളടക്കം കുടിയിറക്കരുതേ എന്ന് അപേക്ഷിക്കുകയാണെന്നും മുനമ്പൻ നിവാസിയായ റോയി കുരിശിങ്കൽ ജനസഭയിൽ പങ്കെടുത്തുകൊണ്ട് വ്യക്തമാക്കി. ദീർഘകാലത്തെ അധിനിവേശം എന്ന വാക്ക് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ നൊന്തു എന്ന് തോന്നുന്നു. അപ്പോൾ 75 വർഷമായിട്ട് ഇതിൻ്റെ ഇരകളാക്കപ്പെട്ട ഞങ്ങൾക്ക് നോവും എന്നുള്ളത് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ സാർ. 75 വർഷമായി ഞങ്ങൾ ഈ കേസ് നടത്തുന്നു, അല്ലെങ്കിൽ 75 വർഷമായി ഇതിൻ്റെ ആധാരമായ വഖഫ് ആധാരത്തിൽ നിന്ന് വന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നു. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഈ തലമുറയ്ക്ക് മുമ്പ് 2 തലമുറ തുടങ്ങിയ കേസാണ്. എന്നാണ് ഞങ്ങൾ ഈ അധിനിവേശത്തിൽ നിന്ന് രക്ഷപ്പെടുക? വഖഫ് നിയമത്തിനെതിരെയാണ് നീക്കങ്ങളെന്ന് പ്രചരിപ്പിച്ച് മുനമ്പം ചെറായി മേഖലയിലെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തെ ഒരു വിഭാഗം പിന്തുണയ്ക്കുകയാണ്. ജനകീയ വിഷയമുയർത്തിയുള്ള ജനസഭയിൽ മുനമ്പത്തെ ജനങ്ങളും ആശങ്കകളും പ്രശ്നങ്ങളും അവതരിപ്പിച്ചു. മുനമ്പം വിഷയത്തിൽ ജനം TV സംഘടിപ്പിച്ച 2ാമത് ജനസഭയാണ് ഇന്നലെ മുനമ്പത്ത് നടന്നത്. ജനം, കൊച്ചി.